Good afternoon, dear friends and comrades. I am Baiju Thittala. Recently, the last couple of days, couple of weeks, I have received a series of telephone calls asking some kind of clarity about the employment position, employment law and the employee's position. So, I ഈ ഒരു സിറ്റുവേഷനിൽ ഞാനൊരു പ്രൊഫഷണൽ കപ്പാസിറ്റിയിൽ നിന്ന് സംസാരിക്കാൻ തയ്യാറില്ല because of obvious reasons. I have a commitment to the community. So, in light of coronavirus, what is government plan or policy in relation to the employee and employer relationship in the United Kingdom? United Kingdom. I'm just giving you. I'm trying to provide some kind of clarity, just guidance. It's not legal advice. Whatever I'm going to say here cannot be seen as legal advice. If you have issues or problems of specific employment issues between your employer, please seek legal advice and go accordingly. Please do not consider this as a legal advice. This is a statutory requirement I have to do. The conversation, the call I have received, like what are we eligible for this 80% of government funding? Who will get this and who will get this benefit? And are there any other alternate solution than going or opting this scheme? And how do they calculate it? And do the employer requires a consultation period? And are there any other alternative? And how we can effectively deal with the situation? ഈ പറഞ്ഞ ഒരു 3-4 അല്ലെ 5 പോയിന്റിൽ നിന്ന് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് അവൈലബിൾ ആയത്? വാട്ട് ഈസ് അവൈലബിൾ? ഈ കൊറോണ വൈറസ് ജോബ് റിട്ടൻഷൻ സ്കീം അനുസരിച്ച് ഗവൺമെൻറ് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്കീമാണ് ജോബ് റിട്ടൻഷൻ സ്കീം. അതിൽ 80% of your your wages will be paid. Now, who are going to get this payment? Are we qualified? ഇത് ലഭ്യമാകുന്ന എംപ്ലോയി അല്ലെങ്കിൽ തൊഴിലാളി സമൂഹം എന്ന് പറയുന്നത് ഈ പറയുന്ന കാറ്റഗറിയിൽപ്പെട്ടവരാണ്. അതായത് ഫുൾ ടൈം എംപ്ലോയീസ്, പാർട്ട് ടൈം എംപ്ലോയീസ്, എംപ്ലോയീസ് ഓൺ ഏജൻസി കോൺട്രാക്ട്, എംപ്ലോയീസ് ഓൺ ഫ്ലെക്സിബിൾ ഓർ സീറോ അവർ കോൺട്രാക്ട്. ഈ ഒരു ചോദ്യം ചോദിച്ച് സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകൾ ഇത് കവർ ചെയ്യുമോ എന്നുള്ളതാണ്. ഈ സ്കീം അനുസരിച്ച് സെൽഫ് എംപ്ലോയിഡ് are not covered under this regime. I will explain about the self-employed regime in a couple of days. But that does not include the self-employed workers or self-employed are not covered under today's topic. Now, the next stage ഈ സ്കീം അല്ലാതെ മറ്റെന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ എന്നുള്ളതായിരുന്നു മറ്റൊരു ചോദ്യം എന്നോട് ഒരു സുഹൃത്ത് ചോദിച്ചത്. അതായത് എൻ്റെ വ്യൂവിൽ
രണ്ട് ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. അതിൽ ഒന്ന് റിഡൻഡൻസി, മറ്റൊന്ന് ലേ ഓഫുമാണ്. Having said that, റിഡൻഡൻസിയിൽ ഒരു എംപ്ലോയർ റിഡൻഡൻസിയുടെ ഡെഫിനേഷൻ ഇതുവരെ മാറിയിട്ടില്ല. റിഡൻഡൻസിയിൽ എംപ്ലോയർ ഇപ്പോഴും നിലവിൽ എന്തുണ്ടായിരുന്നോ അതേ സെയിം ഡെഫിനേഷനിൽ തന്നെയാണ് റിഡൻഡൻസി എന്നുള്ളത് നിർവചിക്കപ്പെട്ടിരിക്കുന്നത്. Therefore, in the current context, റിഡൻഡൻസി എന്നുള്ള ലീഗൽ ഡെഫിനേഷൻ ഏതാണ്ട് ഏറെക്കുറെ എല്ലാ എംപ്ലോയ്മെന്റ് എസ്റ്റാബ്ലിഷുകളും സാറ്റിസ്ഫൈഡ് ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. As I said before, this is my view. I'm not giving you any legal advice here. It's my own view. Just to give you clarity on this, I'm explaining it to you. Redundancy ആവാം, പക്ഷെ റിഡൻഡൻസിയിൽ എംപ്ലോയിക്ക് റിഡൻഡൻസി പേയ്മെന്റ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഈ സാഹചര്യത്തിൽ എംപ്ലോയർ റിഡൻഡൻസി പേയ്മെന്റ് കൊടുക്കാൻ കേപ്പബിൾ ആണോ എന്നുള്ള ചോദ്യം മറ്റൊരു ചോദ്യമാണ്. റിഡൻഡൻസിയിൽ കൺസൾട്ടേഷൻ ആവശ്യമുണ്ട്. റിഡൻഡൻസിയുടെ എല്ലാതര ലീഗൽ റിക്വയർമെന്റും എംപ്ലോയർ സാറ്റിസ്ഫൈ ചെയ്തേ പറ്റും. പിന്നെ മറ്റൊന്നുള്ളത് ലേ ഓഫ് ആണ്. ഈ ലേ ഓഫിൽ ഒരു പ്രശ്നം, നിലവിൽ നിൽക്കുന്ന കോൺട്രാക്റ്റിൽ ഒരു എക്സ്പ്രസ്ഡ് ടേം ഉണ്ടായിരിക്കണം. ആ ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇത് ലേ ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കണ്ടിന്യൂസ്ലി 4 വീക്സിലേക്ക് ലേ ഓഫ് ചെയ്യാം, ലീഗലി ഒരു എംപ്ലോയർക്ക് ലേ ഓഫ് ചെയ്യാം. പക്ഷേ ഈ ഒരു എക്സ്പ്രസ്ഡ് ടേം അതിൻ്റെ അകത്ത് വേണ്ടത് കാരണം എംപ്ലോയ്മെന്റ് സ്വാഭാവികമായും എംപ്ലോയർ അല്ലെ എംപ്ലോയി കോൺട്രാക്ട് ചേഞ്ച് ചെയ്യപ്പെടേണ്ടതായിട്ട് വരും, കോൺട്രാക്ട് വേരി ചെയ്യേണ്ടതായി വരും. അപ്പോൾ ഞാൻ പറഞ്ഞ രണ്ട് ഓപ്ഷൻ, ഒന്ന് എംപ്ലോയ്മെന്റ് റിഡൻഡൻസി, ദ സെക്കൻഡ് വൺ ബീയിങ് ലേ. നെക്സ്റ്റ്, ഈ എന്താണ് ഈ റിഡൻഡൻസി, ഈ ഗവൺമെന്റിന്റെ റിട്ടൻഷൻ സ്കീം എന്നുള്ളതാണ്. അത് ഇതിൽ എംപ്ലോയർ ഡെസിഗ്നേറ്റഡ് ആയ അതായത് ഈ സ്കീം അവെയിൽ ചെയ്യുന്ന അല്ലെ അവെയിൽ ചെയ്യണമെന്ന് എംപ്ലോയർക്ക് തോന്നുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് HMRCയിൽ രജിസ്റ്റർ ചെയ്യുകയാണ്. എംപ്ലോയർ അതിൻ്റെ ഒരു ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യും. അതിനുശേഷം അതിൻ്റെ റിക്വയർഡ് ടൈം പീരീഡിൽ റിലവൻറ്റ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എത്രയായിരുന്നു പേയ്മെന്റ് 80% കിട്ടും. 80% എംപ്ലോയർക്ക് HMRC will pay. Now, ഈ കിട്ടുന്ന എമൗണ്ടിൻ്റെ ക്രൈറ്റീരിയ ഇതിൽ 80% of the wages or £2,500, whichever is lower. അപ്പോൾ 2,500 പൗണ്ട് അല്ലെങ്കിൽ 80% ഓഫ് ദ വേജ്. അടുത്തത് ഇതിൻ്റെ ഹൂ ക്യാൻ ക്ലെയിം ദിസ്. ഈ കണ്ടീഷൻ അനുസരിച്ച് 28 ഫെബ്രുവരി 2020 പേയിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ടായിരിക്കണം, അല്ലാത്ത പക്ഷം കിട്ടില്ല. ഈ സ്കീമിൽ ക്വാളിഫൈ ആകണമെങ്കിൽ an employee should be registered under PAYE on or before 28 February 2020. അതല്ലാത്ത പക്ഷം അവർ ഇതിൽ ക്വാളിഫൈഡ് ആവില്ല. പിന്നെ ഈ സ്കീം എടുത്തു കഴിഞ്ഞാൽ ഈ എംപ്ലോയർക്ക്
ഈ എംപ്ലോയറുടെ NI കോൺട്രിബ്യൂഷൻസ് സർക്കാർ ഗവൺമെൻറ് കൊടുക്കും. പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള പെൻഷൻ കോൺട്രിബ്യൂഷൻസും സർക്കാരിൽ നിന്ന് ക്ലെയിം ചെയ്യാം. ഈ റിമൈൻഡർ ആയിട്ടുള്ള 20% കൊടുക്കണോ വേണ്ടിയോ എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ തീരുമാനം, എംപ്ലോയറുടെ തീരുമാനമാണ്. He can give it to the employee. It's not necessary that he should. The 80% which he will receive from the state, HMRC, will be given to the employee. Now, the next is കൺസൾട്ടേഷൻ. കൺസൾട്ടേഷൻ്റെ ആവശ്യമുണ്ടോ? അതായത് ഈ സിറ്റുവേഷനിൽ കൺസൾട്ടേഷൻ ആവശ്യമായി വരുമെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം നിലവിലുള്ള എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് ഹാസ് ടു ബി അമെൻഡഡ്. ദി ക്ലാസിക് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓൺ കോൺട്രാക്ട് ലോ, കോൺട്രാക്റ്റ് വേരി ചെയ്യണമെങ്കിൽ രണ്ട് കൂട്ടരും, അതായത് എംപ്ലോയറും എംപ്ലോയിയും മ്യൂച്വൽ കൺസെൻ്റ് ആയിരിക്കണം. ഒരാളുടെ കൺസെൻ്റ് ഇല്ലാതെ കോൺട്രാക്റ്റ് വേരി ചെയ്താൽ it will be a unilateral variation of the contract which will amount to breach of contract. So ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായും എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് ചേഞ്ച് ചെയ്യേണ്ടതായി വരും. അത് ലേ ഓഫിൽ പോയാൽ പോലും ആ സാഹചര്യത്തിലേക്ക് വരും. കോൺട്രാക്റ്റ് ചേഞ്ച് ചെയ്യുന്ന സ്പെഷ്യൽ ക്ലോസ് കൊണ്ടുവരണം. പിന്നീട് ഒരു ചോദ്യം എന്നോട് ചോദിച്ച ചോദ്യം, ഈ അൺഫെയർ ഡിസ്മിസലിൻ്റെ അവസ്ഥ എന്താവുന്നു? അൺഫെയർ ഡിസ്മിസലിൻ്റെ ഒരു ഗ്രൗണ്ട് എംപ്ലോയ്മെൻറ്റ് റൈറ്റ്സ് ആക്ടിൽ പറയുന്ന അനുസരിച്ച്, അതായത് 1996 ഈ അൺഫെയർ ഡിസ്മിസൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എംപ്ലോയ്മെൻറ്റ് റൈറ്റ്സ് ആക്ട് 1996 അപ്പോൾ അതിൽ റീസണബിൾ ഡിസിഷൻ ആണോ എംപ്ലോയർ എടുത്തതെന്നുള്ളതാണ് ചോദ്യം. ഈ ഒരു സാഹചര്യത്തിൽ റിഡൻഡൻസി കൊടുത്തു, എംപ്ലോയർ റിഡൻഡൻസി ഓഫർ ചെയ്തു, എംപ്ലോയർ അക്സെപ്റ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ സംഭവം എംപ്ലോയർ ഡിനൈ ചെയ്തു. ഈ സ്കീമിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നതിനെയും എതിർക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ടെർമിനേഷൻ ഓഫ് ദി ഓട്ടോമാറ്റിക്കായിട്ടും ഡിസ്മിസൽ എന്നൊരു അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ ആ വരുന്ന ഒരു സാഹചര്യത്തിൽ ആ റിഡൻഡൻസി ഓഫർ ചെയ്യുന്നു, സർക്കാർ കൊടുക്കുന്നു, ഇത് ചെയ്യാൻ തയ്യാറാവുന്നു, ഇത് ഒന്നിലും അക്സെപ്റ്റ് ചെയ്യാൻ വരുമ്പോഴത്തേക്കും ആ റീസണബിൾ ഗ്രൗണ്ടിൽ ഈ എംപ്ലോയർ എടുത്ത ഡിസിഷൻ അൺഫെയർ ആണോ അല്ലയോ എന്നുള്ളത് സ്വാഭാവികമായും കേസ് ലോകളെ ട്രൈബ്യൂണലുകളും അപ്പീൽ ട്രൈബ്യൂണലും ഒക്കെ എങ്ങനെ കൺസിഡർ ചെയ്യും എന്നനുസരിച്ച് മാത്രം അസസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായി എനിക്ക് തോന്നുന്നത്. സോ ഞാൻ പറഞ്ഞു വരുന്നത്, ഓൾമോസ്റ്റ് എവറിത്തിങ് എനിക്ക് പറയാനുള്ളത് ഞാൻ കവർ ചെയ്ത് കഴിഞ്ഞെന്ന് തോന്നുന്നു. ഒരു ലോങ് ഡിബേറ്റിനില്ല. ബേസിക്കലി പ്രൈമറി ആയിട്ട് പറയേണ്ടതായിരുന്നു, എംപ്ലോയീസിന് കിട്ടും. 28 ഫെബ്രുവരി 2020 PAY രജിസ്റ്റർ ചെയ്തിരിക്കണം. 80% ഓഫ് ദ വേജ് കിട്ടും. When I say wages, it's no fee or commission or bonus. Your wages, and the employer is not obliged to pay the remainder of 20%. But വേണമെങ്കിൽ തരാം. അവിടെ ഒരു നിയമപരമായ മറ്റൊരു വിഷയമുള്ളത്, അതും 80% ശമ്പളം, 100 പൗണ്ട് ശമ്പളം കിട്ടുന്നയാൾക്ക് 80% ശമ്പളം തരൂ എന്ന് പറയുക, അല്ലെങ്കിൽ 80 പൗണ്ടേ തരൂ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിലവിൽ നിൽക്കുന്ന കോൺട്രാക്ട് ചേഞ്ച് ആവണം. അത് ചേഞ്ച് ആവണമെങ്കിൽ സ്വാഭാവികമായിട്ടും മ്യൂച്വലി എഗ്രിമെൻ്റ് ഉണ്ടാവണം. അത് 1-2 ഇൻ കംപ്ലയൻസ് വിത്ത് ഈക്വാലിറ്റി ആക്ട് 2020. പിന്നീട് ഇത് എംപ്ലോയർ വിൽ ഡു ദ റിലവൻറ്റ് required criteria, they will do the procedures. And ഇതാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ഒരു ലോങ് ഡിബേറ്റിലേക്കില്ല. If anyone seek further clarities or a specific topic of a specific issue, please do drop me an email and I will put that in this link. Drop me an email and I will respond to you in due course.
And thank you very much for taking the time to watch this video. Thank you.